ഗൈസ്, സോ സീക്വൻസ് ആൻഡ് സീരീസ് നമ്മുടെ മാത്സിലെ 8th ചാപ്റ്ററിലെ ഷോ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻലി ഇവിടെ GP അല്ലെങ്കിൽ ജിയോമെട്രിക് പ്രോഗ്രഷനെ കുറിച്ചാണല്ലേ പഠിക്കുന്നത്. സോ എന്താണ് ഒരു GP, എന്താണ് GPയുടെ ജനറൽ ടേം അല്ലെങ്കിൽ nth ടേം, അതുപോലെ സം ഓഫ് n ടേംസ് ഓഫ് GP എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ആൻഡ് ഇത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യുക. അവസാനമായിട്ട് നമ്മൾ ഇൻഫൈനൈറ്റ് GPയുടെ സം കൂടി പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ. എനിവേസ് നമുക്ക് എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്ത് പഠിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കല്ലേ. ഏറ്റവും ബേസിക് ആയിട്ട് GP ഒരു 1 മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ തേർഡ് ടേം ഓഫ് ദ സീക്വൻസ് ഹുസ് nth ടേം ഇസ് 1/2 raised to n+1. അതായത് ജനറൽ ടേം നമുക്ക് തരും. ഹിയർ n എന്ന് പറയുന്നത് 1/2 raised to n+1 ആണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കും വാട്ട് ഈസ് തേർഡ് ടേം അല്ലെങ്കിൽ വാട്ട് ഈസ് ഫിഫ്ത്ത് ടേം എന്നൊക്കെ. ജസ്റ്റ് എന്നിന് പകരം 3യോ 5ഓ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പണിയേ ഉള്ളൂ അല്ലേ. സോ വാട്ട് ഈസ് A3? തേർഡ് ടേം A3 ആണ്. A3 എന്ന് പറയുന്നത് 1/2 raised to 3+1 ആണ്. എന്ന് വെച്ചാൽ 1/2 raised to 4 ആണ്. And that is equal to 1/4 by 2/4. 1/4 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. 1ൻ്റെ എല്ലാ പവേഴ്സും 1 ആണ്. സോ ആൻസർ എന്താ വരിക? 1/2/4 എന്ന് പറഞ്ഞാൽ 16 അല്ലേ. സോ തേർഡ് ടേം എന്ന് പറയുന്നത് 16 ആണ്. ഇതുപോലെ ഡിഫറെൻറ്റ് ടേംസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എന്ന് തന്നാൽ നിങ്ങളോട് ടേംസ് എഴുതാൻ പറഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് 3 ടേംസ് എഴുതാൻ പറയും, അല്ലെങ്കിൽ 5th ടേമോ 10th ടേമോ ഒക്കെ എഴുതാൻ പറഞ്ഞാൽ ഇതുപോലെ ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. For values of x, the numbers -2/7, x and -7/2 are in GP. -2/7, x and -7/2 GPയിലാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്താണെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യം GP എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? നമ്മളൊരു കോൺസ്റ്റൻറ്റ് ടേം, 0 അല്ലാത്തൊരു കോൺസ്റ്റൻറ്റ് ടേം മൾട്ടിപ്ലൈ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഈ സീക്വൻസ് GP എന്ന് പറയുന്നത് അല്ലേ. സോ GP എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു കോമൺ റേഷ്യോ ഉണ്ടാവും. അതായത് ഏതൊരു ടേമിൽ നിന്നും തൊട്ട് മുന്നേയുള്ള ടേം ഡിവൈഡ് ചെയ്താൽ നമുക്കൊരു കോൺസ്റ്റൻ്റ് ആണ് കിട്ടുക. തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേം ഡിവൈഡ് ചെയ്താലും സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം ഡിവൈഡ് ചെയ്താലും ഒക്കെ നമുക്കൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടുക. സോ GPയുടെ ആ പ്രോപ്പർട്ടി നമുക്കിവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടേം x ആണ്. സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ x/-2/7 എന്ന് വരും. ഇനി തേർഡ് ടേം ബൈ സെക്കൻഡ് ടേമോ ഇറ്റ് ഈസ് -7/2/x. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. കാരണം ഈ വാല്യൂസ് ഒക്കെ കോമൺ റേഷ്യോ ആയിരിക്കും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എന്ത് പറയാം? x into x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x into x x² എന്ന് വരും. ഇനി റൈറ്റ് ഇതേപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -7/2യുടെ കൂടെ ആരാടാ വരിക? -7/2 ഇൻറ്റു -2/7 എന്ന് വരും. നെഗറ്റീവും ക്യാൻസൽ ആവും. അതേപോലെ നമ്മുടെ 2ഉം 7ഉം ഒക്കെ ക്യാൻസൽ ആവും അല്ലേ. നമുക്ക് എന്താ കിട്ടുക? 1 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. x² 1 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? +or-1 ആയിരിക്കും. സോ എക്സ് -1 ആയാലും 1 ആയാലും നമുക്ക് ഇതൊരു GP ആയിട്ട് ഫോം ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ മിസ്സിംഗ് ആയിട്ടുള്ള എക്സ് വാല്യൂസ് ഒക്കെ ചോദിക്കുമ്പോൾ GPയുടെ കോമൺ റേഷ്യോയുടെ പ്രോപ്പർട്ടി ആലോചിക്കുക. ഏതൊരു ടേമിൽ നിന്നും തൊട്ട് മുന്നേയുള്ള ടേം ഡിവൈഡ് ചെയ്താൽ നമുക്ക് കോമൺ റേഷ്യോ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് 10th ടേം ഓഫ് എ GP 5, 25, 125 എക്സെട്ര. സിമ്പിൾ ആയിട്ടൊരു GP നിങ്ങൾക്ക് തരും. എന്നിട്ട് അതിൻ്റെ 10th ടേം, nth ടേം ഏത് ടേമും നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് ഈ GPയുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്? GPയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് അതിൻ്റെ ഫസ്റ്റ് ടേംസും കോമൺ റേഷ്യോയും ആണ് അല്ലേ. സോ ഈ 2 കാര്യങ്ങളാണ് GPയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും എഴുതാൻ പറ്റും. വാട്ട് ഈസ് ഫസ്റ്റ് ടേം? എന്ന് പറയുന്നത് 5 ആണ്. കോമൺ റേഷ്യോ 6 ആണെങ്കിൽ വാട്ട് ഈസ് R ഹിയർ? 25/5 ചെയ്താൽ മതി അല്ലേ. സോ 25/5 ചെയ്താൽ നമുക്ക് 5 ആണ് കോമൺ റേഷ്യോ ആയിട്ട് കിട്ടുക. എയും ആറും 5 ആണെങ്കിൽ എന്താ നമ്മുടെ nth ടേം എന്ന് പറയുന്നത്? nth ടേം AR⁻n−1 ആണ്. AR⁻n−1ൽ നമ്മൾ എക്ക് പകരം 5 കൊടുക്കുന്നു, ആറിന് പകരവും 5 കൊടുക്കുന്നു. സോ 5 × 5⁻n−1 എന്ന് വരും. ഇനി എന്താ ശരിക്കും 5 എന്ന് പറഞ്ഞാൽ 5/1 അല്ലേ. സോ 5/1 × 5⁻n−1 എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് എന്താണ്? 5/n ആണ്. പവേഴ്സ് ആഡ് ചെയ്യുമ്പോൾ 1 + n−1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു n. അപ്പോൾ ഇവിടെ nth ടേം അല്ലെങ്കിൽ ജനറൽ ടേം 5/n ആണ്. നിങ്ങളോട് ഇനി ക്വസ്റ്റ്യനിൽ ജനറൽ ടേം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 10th ടേം ആണ്. നമുക്ക് എന്ത് ചെയ്താൽ മതി? ജനറൽ ടേമിൽ n-ന് പകരം 10 കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 5/10 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. വലിയ വാല്യൂ ആയതുകൊണ്ട് നമുക്ക് അവിടെ തന്നെ വെക്കാം കേട്ടോ. 5/10 എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. സോ ഈ രീതിയിൽ നമ്മൾ ജനറൽ ടേം കണ്ടു, n-ന് പകരം 10 കൊടുത്തപ്പോൾ നമുക്ക് 10th ടേം കിട്ടി. ഇനി ജനറൽ ടേം അല്ല, ഡയറക്റ്റ്ലി നിങ്ങൾക്ക് A10 കാണാം കേട്ടോ. ഞാനിവിടെ ജനറൽ ടേം കാണാൻ കാരണം ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം.
അങ്ങനെ ചെയ്താൽ പിന്നെ ജസ്റ്റ് എന്നിന് പകരം 5 or 10 ഒക്കെ കൊടുത്താൽ റിക്വയർഡ് ടേംസ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാനും പറ്റും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റനിലേക്ക് കടക്കാം. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത നോക്കിക്കോളൂ, നിങ്ങൾക്ക് മോഡലിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആയിരുന്നു. ദ ഫോർത്ത് ടേം ഓഫ് എ GP is square of its second term and the first term is -3. Determine seventh term. ഇങ്ങനെ GPയിലെ ടേംസ് തമ്മിലൊരു റിലേഷൻ ഒക്കെ തന്ന് മറ്റെന്തെങ്കിലും ഒരു ടേമോ സമ്മോ ഒക്കെ ചോദിച്ചേക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഫോർത്ത് ടേം ഓഫ് എ GP is square of its second term എന്നാണ്. ഞാൻ A4 ഫോർത്ത് ടേം ആയിട്ടും A2 സെക്കൻഡ് ടേം ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ A4 എന്താടാ A2ൻ്റെ സ്ക്വയർ ആണ്. പിന്നെ തന്നിട്ടുള്ളത് ഫസ്റ്റ് ടേം എന്താണ്, A ആണ് ഫസ്റ്റ് ടേം എങ്കിൽ A -3 ആണ്. ദെൻ ഡിറ്റർമൈൻ സെവൻത്ത് ടേം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്വസ്റ്റ്യൻ എന്താണ്, A7 കാണുക എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ ആദ്യം ഈ റിലേഷനെ നമുക്കൊന്ന് അർത്ഥം മുറിച്ച് പരിശോധിക്കാം. A4 എന്താ, A4 എന്ന് പറഞ്ഞാൽ ഫോർത്ത് ടേം ആണ് എന്ന് വെച്ചാൽ AR⁴ - 1 ദാറ്റ് ഈസ് AR³ A4 എന്ന് പറഞ്ഞാൽ AR³ ആണ്. അടുത്തത് A2 എന്താ, A2 എന്ന് പറഞ്ഞാൽ AR ആണല്ലേ. നമ്മുടെ ഫോർമുല പ്രകാരം A × R⁻² - 1 എന്ന് വെച്ചാൽ AR ആണ് നമ്മുടെ സെക്കൻഡ് ടേം. സോ AR എന്ന് ഞാൻ കൊടുക്കുന്നു, ഹോൾ സ്ക്വയർ കൊടുക്കുന്നു. ഹോൾ സ്ക്വയർ കൊടുത്താൽ ശരിക്കും AR³ = A² R² എന്ന് വരും. റൈറ്റ് സൈഡ് A² R² ആയിരിക്കും. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഒരേപോലെയുള്ള ടേംസിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലേ. സോ ഇവിടെ Aയും ഒരു Aയും എനിക്ക് ക്യാൻസൽ ചെയ്യാം. സിമിലർലി R²ഉം R³ 2 Rഉം എനിക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ ഉണ്ടാവുക, ലെഫ്റ്റിൽ എനിക്കൊരു R ഉണ്ടാവും, റൈറ്റ് സൈഡിൽ ഒരു A ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ R = A എന്ന് പറയുന്ന റിലേഷനിലേക്കാണ് നമ്മൾ എത്തിയത്. ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എയുടെ വാല്യൂ -3 ആണെന്ന് തന്നിട്ടുണ്ട്. Therefore R = -3, A = -3. Aയും Rഉം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും ഫൈൻഡ് ചെയ്യാം, സമ്മായാലും nth ടേം ആയാലും ഒക്കെ ഫൈൻഡ് ചെയ്യാം. ഇവിടെ സെവൻത്ത് ടേം അല്ലേ ചോദിച്ചിട്ടുള്ളത്. സോ A7 ആണ് നമ്മൾ കാണേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു -3⁻7. -3⁻7 എന്ന് പറയുമ്പോൾ 2000 and something വരും അല്ലേ. എത്രയാ വാല്യൂ എന്ന് കറക്റ്റ് നോക്കാം. സോ 3⁻7 ആണ്, -3⁻7 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 3⁻7 is equal to 2187 ആണ്. സോ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ് വരിക, -2187 ആണ് വരിക. ഇതാണ് നമ്മുടെ സെവൻത്ത് ടേം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ റിലേഷനിൽ നിന്ന് Aയും Rഉം, അതായത് ഈ ഒരു റിലേഷനിൽ നിന്ന് നമ്മൾ Aയും Rഉം തമ്മിലുള്ള ബന്ധം ഫൈൻഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ Aയും Rഉം ഈക്വൽ ആയതുകൊണ്ട് R = -3 കൊടുത്തു. Aയും Rഉം -3 ആണെങ്കിൽ നമുക്ക് ഏത് ടേമും ഫൈൻഡ് ചെയ്യാം. ഇതേ ക്വസ്റ്റ്യൻ നിങ്ങളോട് സം ഓഫ് 10 ടേംസ് കാണാൻ പറഞ്ഞാലോ സം ഓഫ് 5 ടേംസ് കാണാൻ പറഞ്ഞാലോ ഒക്കെ നിങ്ങൾക്ക് Aയും Rഉം വെച്ച് ചെയ്യാൻ പറ്റണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. How many terms of the GP 3, 3/2, 3/4 etc. are needed to give the sum 3069/512? GP ഏതാണ്, 3, 3/2, 3/4 etc. ആണ്. ഈ GPയുടെ എത്ര ടേംസിൻ്റെ സമ്മ് വേണം, സമ്മാണ് 3069/512 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഒരു GP കയ്യിലുണ്ട്, ആ GPയുടെ എത്ര ടേംസിൻ്റെ സമ്മാണ് തന്നിട്ടുള്ള ഈ വാല്യൂ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ കയ്യിലുള്ളത് 3, 3/2, 3/4 etc. ആണ്. എത്രയോ ടേംസിൻ്റെ സം, അതായത് SN എന്ന് പറയുന്നത് 3069/512 ആണ്. അങ്ങനെയാണെങ്കിൽ എന്നിൻ്റെ വാല്യൂ എത്രയെന്നാണ് ചോദിക്കുന്നത്. SN 3069/512 ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് N? നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ പറഞ്ഞ പോലെ GP തന്നാൽ നമ്മൾ ഏറ്റവും ആദ്യം Aയും Rഉം ഫൈൻഡ് ചെയ്യാനാണ് ട്രൈ ചെയ്യേണ്ടത്. ഇവിടെ Aയും Rഉം ഒക്കെ പെട്ടെന്ന് കിട്ടും, കാരണം സീക്വൻസ് ഡയറക്റ്റ്ലി അങ്ങ് തന്നിട്ടുണ്ട്. എന്താ A, ഫസ്റ്റ് ടേം ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3. എന്താ R, നമ്മുടെ ഏത് കോൺസ്റ്റന്റ് ആണോ GPയെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് അതാണല്ലേ നമ്മുടെ R എന്ന് പറയുന്നത്. സോ 3 × 1/2 ചെയ്യുമ്പോഴല്ലേടാ 3/2 കിട്ടുക, 3/2 × 1/2 ചെയ്യുമ്പോഴല്ലേ 3/4 കിട്ടുക. എന്ന് വെച്ചാൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 1/2 കൊണ്ടാണ്. ഇനി അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, 3/2/3 ചെയ്താൽ മതി. അപ്പോഴും നമുക്ക് കോമൺ റേഷ്യോ 1/2 ആയിട്ട് കിട്ടും. Aയും Rഉം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, തന്നിട്ടുള്ളത് SN = 3069/512 എന്നല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, SN പകരം നമ്മുടെ സാധാരണ ഇക്വേഷനില്ലേ, എന്താ നമ്മുടെ SN ഇക്വേഷൻ എന്ന് പറയുന്നത്. SN ഇക്വേഷൻ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. A × R⁻n−1/R−1 എന്ന് പറയാം, അല്ലെങ്കിൽ A × 1 - R⁻n/1 - R എന്നും പറയാം. ഞാൻ ഈ ഇക്വേഷനാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്, കാരണം എൻ്റെ കോമൺ റേഷ്യോ ഹാഫ് ആണ്, വിച്ച് ഇസ് ലെസ് ദാൻ 1. കോമൺ റേഷ്യോ 1-നേക്കാളും കുറവാകുമ്പോൾ ഈ ഇക്വേഷനാണ് നമുക്ക് ചെയ്യാൻ എളുപ്പം. രണ്ടും ഒരേപോലെ അപ്ലൈ ചെയ്യാം, രണ്ടും എക്സാക്ട്ലി സെയിം ഇക്വേഷനാണ്. എങ്കിലും കോമൺ റേഷ്യോ 1-നേക്കാളും കുറവാകുമ്പോൾ നമുക്ക് ഈ 1 - R ഒക്കെ പോസിറ്റീവായിട്ട് കിട്ടാൻ നല്ലത്
ഈ ഒരു ഫോമാറ്റാണ്. സോ ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. SNന് പകരം ഞാൻ a ഇൻറ്റു 1 മൈനസ് ആർ റേസ് ടു n ബൈ 1 മൈനസ് ആർ കൊടുക്കുമ്പോൾ എക്ക് പകരം 3 കൊടുക്കണം, 1 മൈനസ് ആറിന് പകരം ഞാൻ 1/2 കൊടുക്കണം. സോ 1 മൈനസ് 1/2 റേസ് ടു n ഡിവൈഡഡ് ബൈ 1 മൈനസ് ആർ എന്ന് പറയുമ്പോൾ 1 മൈനസ് 1/2 എന്ന് വരും. ആൻഡ് റൈറ്റ് സൈഡോ ഇറ്റ് ഈസ് 3069 ബൈ 512. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്നിൻ്റെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം 3 ഇൻറ്റു 1 മൈനസ് 1/2 റേസ് ടു n ബൈ 1 മൈനസ് 1/2 ആണ്. എന്ന് വെച്ചാൽ എന്താ, 1 എന്ന് ഹാഫ് കുറച്ച് ഹാഫ് എന്ന് വരും അല്ലേ. സോ ഇത് ആക്ച്വലി എന്താണ്, 3 ഇൻറ്റു 1 മൈനസ് 1/2 റേസ് ടു n എന്ന് എനിക്ക് എഴുതാം. കാരണം 1 റേസ് ടു n ബൈ 2 റേസ് ടു n എന്നല്ല ഇത് വരിക. ദാറ്റ് ഈസ് 1/2 റേസ് ടു n. താഴെ 1 മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ് വരിക. റൈറ്റ് സൈഡിൽ എന്താണ് വരിക? റൈറ്റ് സൈഡിൽ നമുക്ക് 3069 ബൈ 512 എന്ന് വരും. ആൻഡ് ഈ കാണുന്ന 2 ന്യൂമറേറ്ററിലേക്ക് പോകും അല്ലേ. അപ്പോൾ ഇത് എന്തായിട്ട് മാറും? 6 ഇൻറ്റു 1 മൈനസ് 1/2 റേസ് ടു n ആയിട്ട് മാറും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3069 ബൈ 512. അങ്ങനെയാണെങ്കിൽ 1 മൈനസ് 1/2 റേസ് ടു n എന്തായിരിക്കും? നമുക്ക് വേണ്ടത് എന്നിൻ്റെ വാല്യൂ ആണ്. സോ n അല്ലാത്തവരൊക്കെ നമ്മൾ ശരിക്കും റൈറ്റ് സൈഡിലോട്ട് തട്ടണം. അപ്പോൾ ഇവിടെ 6നെ നമുക്ക് ആദ്യം അങ്ങോട്ട് എടുക്കാം. അപ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു 6 ആണ് ഇവിടെ ബൈ 6 എന്നുള്ള ഫോമിൽ വരും. അതായത് 3069 ബൈ 512 ഇൻറ്റു 6 എന്ന് പറയുന്ന ഫോമാറ്റിലോട്ട് അത് വരും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ, ഈ 512 ഇൻറ്റു 6 എന്ന് പറയുന്നത് ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. അല്ലെങ്കിൽ 512 ഇൻറ്റു 6 ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ 6 ഇൻറ്റു 1 6 പ്ലസ് 1 7 6 ഇൻറ്റു 5 30 3072 ആണ് അല്ലേ. സോ ദിസ് ഇസ് ആക്ച്വലി 3069 ബൈ 3072. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, ഇവിടെ നോക്കിക്കേ, നമുക്ക് വേണ്ടത് 1/2 റേസ് ടു n ആണ്. അപ്പോൾ നമ്മൾ 1/2 റേസ് ടു n എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടത് എന്നിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് n ടേം മാത്രം മതി, ബാക്കിയുള്ളവരൊക്കെ നമുക്ക് മറ്റേ സൈഡിലേക്ക് ഒഴിവാക്കാൻ പറ്റും. സോ ഇവിടെ ഞാൻ ചെയ്യുന്നത് മൈനസ് 1/2 റേസ് ടു n ഞാൻ റൈറ്റിലോട്ട് എടുക്കുന്നു, 3069 ബൈ 3072 ഞാൻ ലെഫ്റ്റിലോട്ട് എടുക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? 1 മൈനസ് 3069 ബൈ 3072 എന്ന് വരും. റൈറ്റ് സൈഡിൽ മൈനസ് 1/2 റേസ് ടു n അപ്പുറത്തേക്ക് പോകുമ്പോൾ 1/2 റേസ് ടു n ആയിട്ട് മാറും. ക്ലിയർ? സോ ഞാൻ ജസ്റ്റ് നെഗറ്റീവ് ടേം ഇതായതുകൊണ്ട് ഇതിനെ റൈറ്റിലോട്ട് എടുക്കുന്നു, മറ്റേ ടേം ഞാൻ ലെഫ്റ്റിലോട്ട് എടുത്ത് ഈ ഒരു ഫോമാറ്റിലേക്ക് എത്തിക്കുകയാണ്. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 ഇൻറ്റു 3072 മൈനസ് 3069 ബൈ 3072 എന്ന് വരും. ഇവർ തമ്മിൽ എത്രയാണ് വ്യത്യാസം വരുന്നത്? 3 അല്ലേ. സോ ദിസ് ഇസ് 3 ബൈ 3072 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 റേസ് ടു n. ആക്ച്വലി 3യും 3072 എനിക്ക് ക്യാൻസൽ ചെയ്ത് എന്താ കിട്ടുക? 1/1024 എന്ന് കിട്ടും അല്ലേ. കാരണം 1024 ഇൻറ്റു 3 ആണ് 3072 എന്ന് പറയുന്നത്. അപ്പോൾ ആക്ച്വലി എനിക്കിപ്പോൾ കിട്ടിയത് 1/2 റേസ് ടു n ഇസ് ഈക്വൽ ടു 1/1024 എന്നാണ്. എന്ന് വെച്ചാൽ 2 റേസ് ടു n എന്താണ്? 2 റേസ് ടു n ഇസ് ഈക്വൽ ടു 1024 ആണ്. നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ 1 ആണ്, ഡിനോമിനേറ്റർ ഈക്വൽ ആയിരിക്കും. സോ 2 റേസ് ടു n ഇസ് ഈക്വൽ ടു 1024. ഇനി എന്താ ആലോചിക്കേണ്ടത്? 2യുടെ ഏത് പവറാണ് 1024 എന്ന് പറയുന്നത്? 2 റേസ് ടു 10 ആണ് അല്ലേ. സോ വാട്ട് ഈസ് 1024? 1024 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 10 ആണ്. ചുരുക്കി പറഞ്ഞാൽ 2 റേസ് ടു n ഇസ് ഈക്വൽ ടു 2 റേസ് ടു 10 എന്ന് കിട്ടി. വിച്ച് മീൻസ് എന്നിൻ്റെ വാല്യൂ എത്രയാടാ? എന്നിൻ്റെ വാല്യൂ 10 ആണ്. സോ 10 ടേംസിൻ്റെ സം എടുക്കുമ്പോഴാണ് നമുക്കിതാ ഈ കാണുന്ന GPയുടെ സം 10 ടേംസ് എടുക്കുമ്പോഴാണ് അവരുടെ സം ആയിരിക്കും നമുക്ക് 3069 ബൈ 512 ആയിട്ട് കിട്ടുക. ഇങ്ങനെ SN തന്നിട്ട് എന്നിൻ്റെ വാല്യൂ ചോദിക്കുമ്പോൾ SNൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ തന്നിട്ടുള്ള എയും ആറും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്നിനെ മാത്രം ഐസൊലേറ്റ് ചെയ്ത് എന്നിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. ഇതേപോലെ ANൻ്റെ പ്രോബ്ലം nth ടേം തന്ന് n ചോദിക്കുകയാണെങ്കിൽ nth ടേമിൻ്റെ ഇക്വേഷൻ അവിടെ അപ്ലൈ ചെയ്ത് എന്നിനെ മാത്രം ഒറ്റയ്ക്ക് വെച്ച് ബാക്കിയുള്ളവരെയൊക്കെ നമ്മൾ റൈറ്റ് സൈഡിലോട്ട് മാറ്റിയാൽ മതി. യു വിൽ ഗെറ്റ് ദി വാല്യൂ ഓഫ് n. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദ സം ഓഫ് n ടേംസ് ഓഫ് ദ സീക്വൻസ് 5, 55, 555 എക്സെട്ര. സോ ഇതേപോലെ 8, 88, 888, 7, 77, 777 എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ആൻഡ് 555, 555ൻ്റെ ഒക്കെ കേസിൽ അല്ലെങ്കിൽ ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ്റെ കേസിൽ ഇത് ആക്ച്വലി GP ഒന്നുമല്ല. 5 അത് കഴിഞ്ഞ് 55 പിന്നെ 555 ഇത് GP ഒന്നുമല്ല, ഡയറക്റ്റ്ലി അങ്ങ് ഇക്വേഷൻ കൊടുത്ത് ചെയ്യാൻ വേണ്ടി. ഇത് നമ്മളൊരു പെർട്ടിക്കുലർ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്ത് ഒരു രീതിയിലാണ് ഇത് ചെയ്യുക. ആ ഫോമാറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചോ, ഇറ്റ് വിൽ ബി യൂസ്ഫുൾ. കാരണം എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാ വാല്യൂസും, അതായത് 5 വരും 6 വന്നാലും 7 വന്നാലും ഒക്കെ ഇതേപോലെയാണ് ചെയ്യുക. നമ്മളിവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് n ടേംസിൻ്റെ സമ്മാണ്. ഞാനതിനെ SN എന്ന് തന്നെ കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ SN എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 55 പ്ലസ് 555 പ്ലസ് എക്സെട്രയാണ്.
എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 5, 55, 555 എക്സെട്രയിൽ നിന്നൊക്കെ ഞാൻ കോമൺ ആയിട്ട് 5നെ അങ്ങ് എടുക്കാൻ പോവാണ്. സോ ദിസ് ബിക്കംസ് 5 ഇൻറ്റു 5ന് പകരം 1 വരും, 55 എന്ന് 5 എടുത്താൽ 11 വരും, പിന്നെ 111 വരും, ആൻഡ് സോ ഓൺ. ഞാൻ ആ കോൺസ്റ്റന്റ് നമ്പറിനെ അങ്ങ് പുറത്തോട്ട് വെച്ചു. ഇവരൊക്കെ 111, 111 എന്ന് പറയുന്ന ഫോമാറ്റിലോട്ട് മാറി. ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി ഓർക്കേണ്ടത് നമ്മളിവിടെ പുതിയൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മളൊരു 9 കൊണ്ട് ഈ എക്സ്പ്രഷനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്, ഡിവൈഡ് ചെയ്യാൻ പോവാണ്. വെറുതെ മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ 9 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യും, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം ഞാൻ പുറമേ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ഉള്ളിൽ ഓരോ ടേമിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പം 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9 ഇൻറ്റു 1 9 എന്ന് വരും, 11 ഇൻറ്റു 9 99 എന്ന് വരും, പിന്നെ 999 വരും, പ്ലസ് എക്സെട്ര എന്ന് വരും. ക്ലിയർ? സോ ഞാനൊരു 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ എന്താണ് ചെയ്യുക? ദിസ് ഈസ് ഈക്വൽ ടു 5/9 ഇൻറ്റു, നമുക്കിവിടെ ജി പി ഫോം ചെയ്യണം, എങ്കിലേ ജി പിയുടെ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? 9ന് പകരം 10 - 1 എന്ന് എഴുതും. അടുത്തതോ 99ന് പകരം 10 സ്ക്വയർ - 1, 100 - 1 അല്ലേ? സോ 10 സ്ക്വയർ - 1 എന്ന് എഴുതും. സിമിലർലി 999 എന്താണ്? 1000 - 1, അതായത് 10 ക്യൂബ് - 1 ആൻഡ് എക്സെട്ര എന്ന് വരും. സോ ഓൺ. സോ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ദിസ് ഇസ് ഈക്വൽ ടു 5/9 ഇൻറ്റു, ശ്രദ്ധിച്ചോളൂ, ഇവിടെ നമ്മൾ ടേംസ് നോക്കുകയാണെങ്കിൽ 10 സ്ക്വയർ, 10 ക്യൂബ്, എക്സെട്ര എന്ന് പറഞ്ഞ് ടേംസ് കാണാം. ഇവർ ഞാൻ ഒന്നിച്ച് വെക്കും. പ്ലസ് മൈനസ് ടേംസ് ആണ്, ഒന്നിച്ച് എനിക്ക് അറേഞ്ച് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് 10 സ്ക്വയർ, 10 ക്യൂബ്, എക്സെട്ര എല്ലാവരുടെയും മുമ്പിൽ പോസിറ്റീവ് സൈൻ ആണ്. സോ ഇവർ ഞാൻ ഒന്നിച്ച് ഒരു ടീമായിട്ട് വെക്കും. ബാക്കി ആരാ വരുന്നത്? ഓരോ ടേമിലും ഒരു -1 കൂടിയുണ്ട്. -1, -1 ആൻഡ് സോ എന്ന് പറഞ്ഞ് -1 ടേംസ് അവിടെ വരുന്നുണ്ട്. എത്ര തവണ വരും? നമ്മൾ n ടേംസിൻ്റെ സമ്മല്ലേ കൺസിഡർ ചെയ്യുന്നത്. സോ ഓരോ ടേമിലും -1 വരും. അങ്ങനെ -n എന്ന് വരും. അതായത് n ടൈംസ് ഈ -1 വരും. അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? -n എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ? ഓരോ ടേമിലും -1 വരുന്നുണ്ട്. ഇങ്ങനത്തെ n ടേംസിൻ്റെ സമ്മ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് n ഇൻറ്റു -1 വരും. ദാറ്റ് ഇസ് -n എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇനി നോക്കിക്കേ, നമ്മൾ ഇത്രയും നേരം ജി പി നമുക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു കച്ചിത്തുരുമ്പുണ്ട്. ദേ നോക്കിക്കേ, ഇതെന്താ? 10 സ്ക്വയർ, 10 ക്യൂബ്, എക്സെട്ര എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജി പി. ദിസ് ഇസ് എ ജി പി വിത്ത് ഫസ്റ്റ് ടേം എന്താടാ? 10 ആണ്. കോമൺ റേഷ്യോ എന്താ? അതും 10 ആണ്. കാരണം 10 പിന്നെ 10 ഇൻറ്റു 10 ആണ് 10 സ്ക്വയർ, 10 സ്ക്വയർ ഇൻറ്റു 10 ആണ് 10 ക്യൂബ്. അങ്ങനെ എയും 6ഉം 10 ആയിട്ടുള്ള ഒരു ജി പി ആണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. ആൻഡ് അത് പ്ലസ് 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 എന്ന് പറഞ്ഞാൽ സം ടേം ആണ്. അതായത് n ടേംസിൻ്റെ സമ്മാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. ഹൂസ് ഫസ്റ്റ് ടേം ഇസ് 10 ആൻഡ് കോമൺ റേഷ്യോ ഇസ് 10. അപ്പോൾ 5/9 ഒരു മാറ്റവും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? അടുത്ത സ്റ്റെപ്പിൽ 5/9 ഒക്കെ അങ്ങനെ തന്നെ എഴുതും. ഇൻറ്റു ദിസ് ഇസ് ഈക്വൽ ടു 5/9 ഇൻറ്റു 10 സ്ക്വയർ എക്സെട്രയ്ക്ക് പകരം ഞാൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് a ഇൻറ്റു r⁻n-1/r-1. എക്ക് ആറിന് പകരം 10 കൊടുക്കും, ജി പിയുടെ ഇക്വേഷൻ കൊടുക്കും, -n-ഉം അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. And this is equal to 5/9 into 10 into 10⁻n-1/10⁻1 9 ആണ്. -n എന്ന് വരും. ഇതാണ് നമ്മുടെ സം എന്ന് പറയുന്നത്. സോ ഇതേ ക്വസ്റ്റ്യൻ ഞാൻ പറയുകയാണ്. 555ന് പകരം നിങ്ങളോട് 666 എന്ന് ചോദിച്ചാൽ ഇതേപോലെ ചെയ്യുക. ആകെയുള്ള വ്യത്യാസം ഇവിടെ നിന്ന് 6 കോമൺ എടുക്കണം. അപ്പോൾ ഇവിടെ 6 ആയിരിക്കും. അങ്ങനെ വന്ന് ഫൈനൽ ആൻസർ 6/9 ഇൻറ്റു ദിസ് ടേം ആയിരിക്കും. വേറെ ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതേപോലെ 7/9, 8/9 ആ ഒരു ഫോമാറ്റിലായിരിക്കും ആൻസർ കിട്ടുക. ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കൊമേഴ്സുകാർക്ക് ഈ വർഷം മോഡൽ എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഡിഫറെൻറ്റ് വാല്യൂസിൽ അതൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. The sum of first 3 terms of a GP is 39/10 and their product is 1. Find the common ratio and terms. ഇങ്ങനെ ഒരു ജി പിയുടെ സമ്മും നിങ്ങൾക്ക് തരും, 3 ടേംസിൻ്റെ കേട്ടോ, ഫസ്റ്റ് 3 ടേംസിൻ്റെ സമ്മും തരും, പ്രൊഡക്റ്റും തരും. എന്നിട്ട് ടേംസ് എന്താണെന്ന് ചോദിക്കും. പൊതുവേ നമ്മൾ 3 ടേംസ് എന്ന് പറയുമ്പോഴേ AR സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് ഓട്ടോമാറ്റിക്കലി എടുക്കുക. പക്ഷേ ഈ പ്രോബ്ലത്തിൽ സമ്മും പ്രൊഡക്റ്റും തന്നതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ ടേംസ് ആയിട്ട് കൺസിഡർ ചെയ്യുക A/R, AR ആണ്. ഇത് എന്തിനാന്ന് പറഞ്ഞു തരാം കേട്ടോ. സോ നമ്മുടെ ടേംസ് എന്ന് പറയുന്നത് A/R, AR ആണ്. ഇത് ജി പിയിലെ ടേംസ് ആണോ? ഒബ്വിയസ്ലി യെസ്. ഇവിടുത്തെ ഫസ്റ്റ് ടേം A/R ആണ്. ഇൻറ്റു കോമൺ റേഷ്യോ 6 ചെയ്താൽ A/R ഇൻറ്റു R A ആയിട്ട് മാറും. വീണ്ടും ഇൻറ്റു 6 ചെയ്താൽ AR കിട്ടും. ചുരുക്കി പറഞ്ഞാൽ ജി പിയിലെ 3 ടേംസ് ആണ് A/R, AR എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം?
പ്രൊഡക്റ്റും സമ്മും തന്നിട്ടില്ലേ, ആദ്യം ഞാൻ പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻ യൂസ് ചെയ്യാണ്. കാരണം പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു 1 ആണ് എന്ന് തന്നിട്ടുണ്ട്. പ്രൊഡക്റ്റ് എത്രയാടാ? 1 ആണ്. ഇവിടെ A/Rൻ്റെയും എയുടെയും ARൻ്റെയും കൂടി പ്രൊഡക്റ്റ് എടുത്ത് എനിക്ക് എന്താ കിട്ടുക? A/R ഇൻറ്റു A ഇൻറ്റു AR എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി ആറും ക്യാൻസൽ ആയി പോവുക അല്ലേ? നോക്കിക്കേ, A/R ഇൻറ്റു A ഇൻറ്റു R ഇസ് ഈക്വൽ ടു 1 എന്നാണ് ആക്ച്വലി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് അതായത് പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ A/R ഇൻറ്റു A ഇൻറ്റു AR 1 ആണ്. പക്ഷെ നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? ആറുകളെ ക്യാൻസൽ ചെയ്യാം. സോ A³ ഇസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. A³ 1 ആണെങ്കിൽ എയുടെ വാല്യൂ എത്രയായിരിക്കും? സിമ്പിൾ 1 ആയിരിക്കും. അപ്പം നമ്മൾ ഒറ്റയടിക്ക് പ്രൊഡക്റ്റ് ഇൻഫർമേഷനിൽ നിന്ന് എയുടെ വാല്യൂയിലേക്ക് എത്തി. അതായത് ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. ഫസ്റ്റ് ടേം കിട്ടിയ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായില്ലടാ. ഇനി കോമൺ റേഷ്യോട് കിട്ടിയാൽ നമുക്ക് ടേംസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒറ്റയടിക്ക് ക്യാൻസലേഷനിലൂടെ എ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേംസ് ആയിട്ട് A/R A ആൻഡ് AR എടുത്തത്. ഈ ടൈപ്പ് ക്വസ്റ്റനിൽ ടേം അങ്ങനെ തന്നെ എടുത്താൽ മതി, അതാണ് എളുപ്പം. ഇനി നമ്മൾ ചെയ്യേണ്ടത് സമ്മിൻ്റെ ഇൻഫർമേഷൻ യൂസ് ചെയ്യാം. എന്താ തന്നിട്ടുള്ളത്? സം ഇസ് ഈക്വൽ ടു 39/10 ആണ്. ആദ്യം നമ്മുടെ ടേംസ് ഇപ്പം എന്താ? A/R A ARൽ A ഈക്വൽ ടു 1 എന്ന് കിട്ടിയില്ലേ? അപ്പം നമ്മൾ ടേംസ് ആയിട്ട് 1/R 1 ഇൻറ്റു R എന്നെടുക്കണം. സോ 1/R 1R ആണ് നമ്മുടെ ടേംസ്. ഇവരുടെ സമ്മാണ് 39/10 എന്ന് വെച്ചാൽ 1/R പ്ലസ് 1 പ്ലസ് R ഇസ് ഈക്വൽ ടു 39/10 ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്ത് ഇതിൻ്റെ ഒരു ഫോമാറ്റ് മാറ്റുമ്പോൾ നമുക്ക് ഫസ്റ്റ് 2 ടേംസ് എടുക്കുകയാണെങ്കിൽ 1 പ്ലസ് R ബൈ R എന്ന് വരും. എഗെയിൻ പ്ലസ് R ഇസ് ഈക്വൽ ടു 39/10 ആണ്. ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് R പ്ലസ് R ഇൻറ്റു R സ്ക്വയർ ഡിവൈഡഡ് ബൈ R ഇസ് ഈക്വൽ ടു 39/10 എന്ന് കിട്ടും. സോ 1 പ്ലസ് R സ്ക്വയർ ബൈ R ഇസ് ഈക്വൽ ടു 39/10 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഇവിടെ നിന്ന് എനിക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ഇൻറ്റു 1 പ്ലസ് R സ്ക്വയർ ഇസ് ഈക്വൽ ടു R റൈറ്റിലോട്ട് പോകുമ്പോൾ 39R എന്ന് വരും. സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? 10 ഇൻറ്റു 1 പ്ലസ് R സ്ക്വയർ ഇസ് ഈക്വൽ ടു 39R എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 10 പ്ലസ് 10R പ്ലസ് 10R സ്ക്വയർ ഇസ് ഈക്വൽ ടു 39R ആണ്. ആദ്യം R സ്ക്വയർ ടേം എഴുതുകയാണ്, 10R സ്ക്വയർ. ഇനി 39R ലെഫ്റ്റിലോട്ട് വന്നാൽ 10R മൈനസ് 39R എന്ന് വരും. ആൻഡ് ദാറ്റ് ഇസ് മൈനസ് 29R പ്ലസ് 10 ഇസ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് കിട്ടി? ആറിൻ്റെ ടേമിൽ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആറിനെ സോൾവ് ചെയ്യാം. സോ അതിന് വേണ്ടി നമുക്ക് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a യൂസ് ചെയ്താൽ മതി. നിങ്ങൾ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആറായിട്ട് കിട്ടുക 2 വാല്യൂസ് ആണ്. R ഇസ് ഈക്വൽ ടു 5/2 ആൻഡ് 2/5. അപ്പോൾ നോട്ട് ചെയ്യുക, നമ്മൾ ചെയ്തത് A1 എന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ എക്ക് 1 കൊടുത്ത് സം ഇസ് ഈക്വൽ ടു 39/10 എത്തിച്ചു. എന്നിട്ട് നമ്മൾ സമ്മിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്തു. ഇത് നിങ്ങൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് സോൾവ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി വാല്യൂസ് ഓഫ് R ആസ് 5/2 ആൻഡ് 2/5. 2 വാല്യൂസ് ഓഫ് R ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നമ്പേഴ്സ് ആയിട്ട് 2 സെറ്റ് കൺസിഡർ ചെയ്യാൻ പറ്റും. നമ്മുടെ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് A ഈക്വൽ ടു 1 ആണെന്ന് ഉറപ്പാണ്. അതിൻ്റെ കൂടെ R 5/2 ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, 5/2 കേസ് ആണെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ നമ്പേഴ്സ് 1/R 1R ആണ്. അപ്പോൾ ആദ്യം 1/R എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1/5/2 പിന്നെ 1 പിന്നെ R എന്ന് പറയുന്നത് 5/2. 1/5/2 എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ അല്ലേ? സോ 2/5 1 5/2. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇത് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ നിങ്ങൾ പ്രൊഡക്റ്റ് എടുത്ത് നോക്കുക, 1 എന്ന് കിട്ടും. സം എടുത്ത് നോക്കുക, 39/10 എന്നും കിട്ടും. സോ ആ രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്കിക്കോളൂ. A ഈക്വൽ ടു 1ഉം R ഇസ് ഈക്വൽ ടു 2/5 ആണ്. സോ അവിടെ നമ്മൾ ഇതേപോലെ 1/R കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റെസിപ്രോക്കൽ വരും. ദാറ്റ് ഇസ് 5/2 പിന്നെ 1 പിന്നെ R തന്നെയാണ്. ദാറ്റ് ഇസ് 2/5 എന്ന് വെച്ചാൽ 2/5 1 5/2. അതേ നമ്പേഴ്സ് റിവേഴ്സ് ചെയ്തിട്ടാണ് 5/2 1 2/5 കിട്ടിയത്. രണ്ടുപേരുടെയും സമ്മ് 1ഉം സമ്മ് 39/10ഉം പ്രൊഡക്റ്റ് 1ഉം ആയിരിക്കും. ഇതുപോലെ ഡിഫറെൻറ്റ് വാല്യൂസ് തന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. ആദ്യം പ്രൊഡക്റ്റ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുക, പിന്നെ സമ്മിലേക്ക് വന്ന് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യുക. അത് സോൾവ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ടേംസ് കിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇൻസേർട്ട് 4 numbers between 2 and 486 so that the resulting sequence is a GP. This is a very important question. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. 4ഉം 2ഉം 486ഉം ആണ് ഇവിടെ. പകരം 1ഉം 256ഉം വരാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ് വരാം. അതുപോലെ 3 numbers ഇൻസേർട്ട് ചെയ്യുന്നതിന് 4 numbers ആണ് ഇവിടെ. 4 numbers ഇൻസേർട്ട് ചെയ്യുന്നതിന് പകരം ചിലപ്പോൾ 3 numbers ഒക്കെ ചോദിക്കാം. എനിവേസ് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. 2ൻ്റെയും
486ന്റെ ഇടയിൽ എത്ര പേരെ ഇൻസേർട്ട് ചെയ്യണം? 1 2 ഒന്നുമല്ല, 4 പേരെ ഇൻസേർട്ട് ചെയ്യണം. വെറുതെ അങ്ങ് ഇൻസേർട്ട് ചെയ്താൽ മതിയോ? പോരാ. ദ റിസൾട്ടിങ് സീക്വൻസ് ഷുഡ് ബി എ GP ആവുന്ന വിധത്തിൽ വേണം നമ്മൾ ഇവരെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ചുരുക്കി പറഞ്ഞ 1 2 3 4 ആളുകളെ നമ്മൾ 2ന്റെയും 486ന്റെ ഇടയിൽ അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. such that the resulting sequence is a GP. അപ്പോൾ ആദ്യം GP ആണെന്ന് നമ്മൾ അങ്ങ് അനുമാനിക്കുക, കാരണം GP ആണ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ GPയിലെ ഫസ്റ്റ് ടേം ആരാ? A ആണ്. അപ്പോൾ ഇവിടുത്തെ A എന്ന് പറയുന്നത് 2 ആണെന്ന് കിട്ടി. സിമിലർലി GP ആണെങ്കിൽ ഇത് എത്രാമത്തെ ടേമാ? 1 2 3 4 5 6th ടേമാ അല്ലേ? സോ A6 എത്രയാടാ? 486 ആണ്. എന്ന് വെച്ചാൽ A equal to 2 ആണ്, A6 is equal to 486 ആണ്. എന്താ A6? AR raised to 5 ആണ്, and it is equal to 486. Aക്ക് പകരം 2 എന്ന് കൊടുക്കാം, കാരണം Aയുടെ വാല്യൂ നമുക്കറിയാം. സോ 2R raised to 5 is equal to 486 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ what will be the value of R raised to 5? R raised to 5 486 by 2 ആണ്, and that is equal to 243. എടാ R raised to 5 243 ആണെങ്കിൽ R എത്രയായിരിക്കും? ആരുടെ 5th പവർ ആ 243? 3യുടെ ആട്ടോ. 3 raised to 5 243 അല്ലേ? സോ ആറിൻ്റെ വാല്യൂ 3 ആണ്. അല്ലെങ്കിൽ 243 raised to 1/5 എന്ന് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ചാലും ആറിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. എനിവേസ് ആറിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. R is equal to 3 ആണെങ്കിൽ നമ്മുടെ ടേംസ് ഏതൊക്കെയായിരിക്കും? ആ ടേംസ് വിൽ ബി, കളർ മാറ്റാം. സോ യെസ്, നമ്മുടെ ടേംസ് ആയിട്ട് വരിക 2 into 3. കോമൺ റേഷ്യോ അല്ലേ 3 എന്ന് പറയുന്നത്. സോ സെക്കൻഡ് ടേം 2 into 3 6 ആയിരിക്കും. തേർഡ് ടേമോ 6 into 3 18 ആയിരിക്കും. ഫോർത്ത് ടേം 18 into 3 ആയിരിക്കും, ദാറ്റ് ഈസ് 54 അല്ലേ? ആൻഡ് അടുത്ത ടേം 54 into 3 ആയിരിക്കും, ദാറ്റ് ഈസ് 162. 150യും ഒരു 12ഉം വരും അല്ലേ? സോ 162 എന്ന് വരും. ഇതാണ് നമ്മുടെ ഇൻസേർട്ട് ചെയ്യേണ്ട ടേംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവരെന്താണ്? GPയിലാണ്, കാരണം ഫസ്റ്റ് ടേം 2ഉം കോമൺ റേഷ്യോ 3ഉം ആണ്. ഇങ്ങനെ ഇൻസേർട്ടിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഒന്നുമില്ല, ഫൈൻഡ് ദി ഇൻഫൈനൈറ്റ് സം ഓഫ് ദ GP -3/4 3/16 -64 etc. ഇൻഫൈനൈറ്റ് GPയുടെ സം ചോദിച്ചാൽ വളരെ എളുപ്പമാണ്, 2 മാർക്കിനൊക്കെ ചോദിക്കും. വളരെ എളുപ്പമാണ്, ജസ്റ്റ് ഒരു ഇക്വേഷൻ പഠിച്ചു വെക്കാനേ ഉള്ളൂ. S ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ A/1 - R ആണ്. വെരി സിമ്പിൾ. സാധാരണ SN കാണുന്നതിനേക്കാൾ എളുപ്പമുള്ള ഇക്വേഷൻ ആണ് A/1 - R എന്ന് പറയുന്നത്. ആൻഡ് ഹിയർ വാട്ട് ഇസ് A? ഇവിടെ A എന്ന് പറഞ്ഞാൽ -3/4 ആണ്. എന്താ ഇവിടുത്തെ R എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണോ നമ്മൾ ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്തത് അതാണ് R എന്ന് പറയുന്നത്. ഇവിടെ -3/4 ഇൻറ്റു -1/4 ചെയ്യുമ്പോഴല്ലേ നമുക്ക് 3/16 എന്ന് കിട്ടുക. ഇനി അങ്ങനെ ആലോചിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 3/16 ഡിവൈഡഡ് ബൈ -3/4 ചെയ്താൽ മതി. 3യും 3യും ക്യാൻസൽ ആവും, 16ഉം 4ഉം ക്യാൻസൽ ആയിട്ട് നമുക്ക് 4 കിട്ടും. നെഗറ്റീവ് വരുമ്പോൾ -1/4 ആണ് നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. എയും ആറും സക്സസ്ഫുള്ളി ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഇസ് S ഇൻഫിനിറ്റി? ഇറ്റ് ഇസ് A/1 - R. അപ്പോൾ A/1 - -1/4 and that is equal to -3/4 divided by 1 + 1/4, that is 5/4. 1 + 1/4 എന്ന് പറഞ്ഞാൽ 5/4 വരും അല്ലേ? നമ്മൾ എന്ത് ചെയ്യും? 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ S ഇൻഫിനിറ്റിയുടെ വാല്യൂ -3/5 എന്നാണ് വരിക. സോ ഇൻഫൈനൈറ്റ് ടേംസിൻ്റെ സമ്മ് ചോദിച്ചാൽ A/1 - R അപ്ലൈ ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ nth ടേം ഓഫ് GP തന്നിട്ട് n ചോദിക്കുക, അല്ലെങ്കിൽ സം ഓഫ് n ടേംസ് ഓഫ് GP തന്നിട്ട് n ചോദിക്കുക. ഈ കേസസ് ഒക്കെ നമ്മുടെ ബേസിക് കേസസ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ചെയ്ത പ്രോബ്ലം പോലെ 4th ടേം സെക്കൻഡ് ടേമിൻ്റെ സ്ക്വയർ ആണ്, അങ്ങനെയുള്ള റിലേഷൻസ് ഒക്കെ തന്ന് വേറെ ഏതെങ്കിലും ടേംസ് ചോദിച്ചാലും അതിൽ നിന്നും Aയും Rഉം ഒക്കെ ഫൈൻഡ് ചെയ്ത് ടേംസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റണം. പിന്നെ നമ്മുടെ 555 കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസേർട്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ടേംസിൻ്റെ സമ്മും പ്രൊഡക്റ്റും തന്നിട്ട് കാര്യങ്ങൾ ചോദിക്കും. ആൻഡ് ഫൈനലി നമ്മൾ പറഞ്ഞത് ഇൻഫൈനൈറ്റ് ടേംസിൻ്റെ എന്തായിരുന്നു? നമ്മുടെ ഇൻഫൈനൈറ്റ് GPയുടെ സമ്മായിരുന്നു. ആൻഡ് ഒരു കാര്യം കൂടി ഞാൻ മറന്നു പോയിട്ടുണ്ട് അല്ലേ? സോ ഏറ്റവും അവസാനം 1 മാർക്കിന് ചോദിക്കാവുന്ന ഒരു കാര്യമാണ് GM, ജിയോമെട്രിക് മീൻ ഓഫ് 2 നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ നിങ്ങളോട് ചോദിക്കുകയാണ് 2 നമ്പേഴ്സിൻ്റെ ജിയോമെട്രിക് മീൻ. ഫോർ എക്സാമ്പിൾ ലെറ്റ് ദ നമ്പേഴ്സ് ബി 4ഉം 16ഉം ആയിക്കോട്ടെ. സോ യെസ്, ഇൻസേർട്ട്, അതായത് നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് ദി GM ഓഫ് 4 and 18 16 ആട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. സോ യെസ്, 4ൻ്റെയും
16ൻ്റെയും ജി എം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 2 നമ്പേഴ്സ് തന്നിട്ട് വാട്ട് ഇസ് ദി ജിയോമെട്രിക് മീൻ എന്ന് ചോദിച്ചാൽ ഓർക്കുക ജി എം എന്താടാ റൂട്ട് എ ബി ആണ്. എയും ബിയും ആണ് നമ്മുടെ നമ്പേഴ്സ് എങ്കിൽ അവരുടെ ജി എം എന്ന് പറയുന്നത് റൂട്ട് എ ബി ആണ്. ആൻഡ് ഹിയർ ഇറ്റ് ഈസ് റൂട്ട് ഓഫ് 4 into 16 and that is root 4 into root 16 ആയിട്ട് ചെയ്താൽ മതി. റൂട്ട് 4 എന്താ 2 ആണ്, റൂട്ട് 16 4 ആണ് എന്ന് വെച്ചാൽ 4 into 2 8 ആണ് നമ്മുടെ ജി എം എന്ന് പറയുന്നത്. ശരിക്കും ഈ ജി എം എന്ന് പറഞ്ഞാൽ 4ൻ്റെയും 16ൻ്റെയും ഇടയിൽ ജി പി ആവുന്ന രീതിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന ഒരു നമ്പർ ആട്ടോ. സോ 4 8 16 എന്ന് പറഞ്ഞാൽ ജി പി അല്ലേ, 4 into 2 8 8 into 2 16 ആണ്. സോ അങ്ങനെ ജി പി ആവുന്ന രീതിയിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന മിഡിൽ ടേം ആണ് ഈ ജി എം എന്ന് പറയുന്നത്. ജി എം കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി ആണ്. റൂട്ട് എ ബി ചെയ്താൽ യു വിൽ ഗെറ്റ് ജി എം. സോ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ അത് മനസ്സിലാവും. എല്ലാം ഏകദേശം ഒരേപോലെ നമുക്ക് എത്തും എയിലേക്കും ആറിലേക്കും ഒക്കെ, പക്ഷെ പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ അത് കുറച്ചുകൂടി നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അത്രയും പഠിച്ചാൽ സീക്വൻസസ് ആൻഡ് സീരീസ് സെറ്റാണ്, ഒരു കുഴപ്പമില്ല. സോ യെസ്, ഇപ്രാവശ്യം മോഡലിന് ചെറിയൊരു വെയിറ്റേജിലും വ്യത്യാസം വന്നിട്ടുണ്ട്. 6 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്, പൊതുവേ 4 മാർക്കിനായിരുന്നു ചോദിക്കാറുള്ളത്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അപ്പോൾ അത്രയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.